നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. രാജഭവനത്തിൽ നിന്ന് കിഴക്കോട്ട് ദ്രുതഗമനം ചെയ്തു തുടങ്ങിയ രാജകുമാരൻ ആദ്യമായി സുധാമ എന്ന നദി കടന്നു. വളരെ വിശാലമായതും പടിഞ്ഞാറോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നതുമായ ഹ്ലാദിനി എന്ന ആറിനെയാണ് രണ്ടാമത് കടന്നത്. ശതദ്രുവും തരണം ചെയ്തു. ഐരധാനം എന്ന നാട്ടിലെ പുഴയാണ് പിന്നീട് കടന്നത്. പർപ്പട പ്രദേശത്തിലെ ശിലാനദിയും പിന്നിട്ട് തെക്കുകിഴക്കേ കോണിലേക്ക് യാത്ര തുടർന്നു. ശല്യകർദ്ധന, ശിലാവഹ തുടങ്ങിയവ കണ്ടുകണ്ട് മഹാദ്രികളോടുകൂടിയ ചൈത്രരഥവനത്തിലേക്ക് ഇക്ഷ്വാകു വംശനന്ദനൻ ക്രമത്തിലെത്തി. സരസ്വതി സിന്ധു നദികളുടെ സംഗമ സ്ഥലത്തുകൂടി മത്സ്യരാജ്യത്തിന് വടക്കുള്ള ഭാരുണ്ടം എന്ന കാനനവും പിന്നിട്ട് അതിശക്തിയോടെ ഒഴുകുന്നതും ശീതജലപൂർണവുമായ കുലിംഖയും കടന്ന് അതുല്യാഭിരാമമായ യമുനാ തീരം അണഞ്ഞു. ക്ഷീണിക്കാൻ തുടങ്ങിയിരുന്ന സേനകൾക്ക് അവിടെ വിശ്രമത്തിന് അനുവാദമേകി. കുതിരകളെയെല്ലാം വെള്ളം നനച്ച് തളർച്ച മാറ്റി സ്നാനപാനാദികൾ കൊണ്ട് സൈന്യങ്ങളെല്ലാം പൂർവാധികം ഉന്മേഷമാർന്നു. മാർഗമധ്യത്തിൽ ഉപയോഗിക്കുവാൻ ശുദ്ധജലം ധാരാളം എടുത്ത് യാത്ര തുടർന്നു. മനുഷ്യപാത സ്പർശമേൽക്കാത്തൊരു ഘോര കാനനത്തിലാണ് കുമാരനും അനുയായികളും എത്തിയത്. അമിത വിക്രമികളായ ദശരഥനന്ദനന്മാർ വായുവാനിടത്തെ എന്ന പോലെ ആ കൊടുംകാടും കടന്നു. അംശുധാനം എന്ന പ്രദേശത്തിൽ അണഞ്ഞപ്പോൾ അതിവിശാലമായി അന്തർവാഹിനിയായി ഒഴുകുന്ന ഗംഗാനദിയെ കുമാരന്മാർ കണ്ടു. ഭാഗീരഥിയെ കടക്കുവാൻ അല്പം വിഷമം തോന്നിയതിനാൽ പ്രാഗ്വടപുരത്തിൽ കൂടിയാണ് മറുകര അണഞ്ഞത്. കുടികോഷ്ടി കടന്ന് ധർമ്മവർദ്ധനത്തിലെത്തി. തോരണത്തിൻ്റെ തെക്കുഭാഗത്തുകൂടി ജംബൂപ്രസ്ഥവും വരൂതഗ്രാമവും പിന്നിട്ട് രമ്യവനത്തിൽ കൂടി കിഴക്കോട്ട് തിരിഞ്ഞ് യാത്ര തുടർന്നു. ചെമ്പുരുത്തികൾ ഇടതൂർന്നു നിൽക്കുന്ന ജിഹാനോദ്യാനം കണ്ട് ഭരതകുമാരൻ സർവ്വതീർത്ഥത്തിൽ ഒഴുകുന്ന ഉത്ഥാനിക എന്ന നദിയും തരണം ചെയ്തു. ഹസ്തിപൃഷ്ഠത്തിൽ കൂടിക, ദൗഹിത്യത്തിൽ കപീവതി, ഏകസാരത്തിൽ സ്ഥാണുമതി, വിനതത്തിൽ ഗോമതി തുടങ്ങിയ പ്രാധാന്യം അർഹിക്കുന്ന നദികളെ പർവ്വതതുല്യാവരണത്തോടുകൂടിയ ഭരത സൈന്യം കടന്നുകഴിഞ്ഞു. കലിംഗ നഗരത്തിലെ സുപ്രസിദ്ധ പൈനിൻകാട് ക്ഷീണിച്ചു തുടങ്ങിയ കുതിരകളാണെങ്കിലും പുരുഷസിംഹമായ ഭരതന്റെ അഭിപ്രായമനുസരിച്ച് ആ രാത്രിയിൽ തന്നെ പിന്നിട്ടു. പ്രഭാതമായപ്പോഴേക്ക് മാതൃരാജ്യത്തിൽ മനുമഹാരാജാവ് നിർമ്മിച്ച അയോധ്യ രാജ്യത്തിൽ അവർ എത്തിച്ചേർന്നു. കേകയത്തിൽ നിന്ന് 7 ദിവസത്തെ നിരന്തര യാത്ര കൊണ്ടാണ് കുമാരന്മാർ അയോധ്യ നഗരാതിർത്തിയിൽ എത്തിയത്. മാതൃഭൂമി മുന്നിൽ കണ്ടപ്പോൾ ഭരതൻ സൂതനോട്, സൂതാ, വെളുത്ത മണ്ണും ഉത്തമ വൃക്ഷങ്ങൾ തണലേകുന്നതും സത് യശസ്സാർജിച്ചതുമായ കോസല രാജ്യം സന്തോഷരഹിതമായ മട്ടിൽ ദൂരത്തായി കാണുന്നു. ഉത്തമ ഗുണ സമ്പൂർണരായ യജ്വാക്കൾ, വേദപാരംഗതരായ വിപ്രവര്യന്മാർ, അതിശ്രേഷ്ഠരായ നാട്ടുകാർ എന്നിവരൊത്തുചേർന്നതും രാജഋഷി പ്രവരന്മാർ സശ്രദ്ധം പരിപാലിച്ചിരുന്നതുമായ അയോധ്യയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും സ്ത്രീ പുരുഷന്മാരുടെ മധുരഗംഭീര ശബ്ദം കേൾക്കുമായിരുന്നു. നോക്കൂ, ഇന്ന് സർവ്വസ്ഥലവും നിശബ്ദമായി ഉറങ്ങിക്കിടക്കുന്നത് പോലെ ഇരിക്കുന്നു. മനോമോഹനങ്ങളായ ഈ മലർവാടികളിൽ ഉത്തമ യുവമിഥുനങ്ങൾ രാത്രിയിൽ ഹൃദ്യമായി വിഹരിച്ച് പ്രഭാതത്തിൽ പോവുക പതിവുണ്ട്. ആ ആരാമങ്ങൾ ഇന്ന് എന്നെ നോക്കി പൊട്ടിക്കരയുന്നത് പോലെ തോന്നുന്നു. അയോധ്യ നഗരി വലിയൊരു കാനനമായി രൂപാന്തരപ്പെട്ടുവോ? ഹേ സൂത, ആനകളിലും കുതിരകളിലുമേറി ആനന്ദത്തോടെ യാത്ര പോകുന്നവരും വരുന്നവരുമായ പ്രജാപ്രമുഖന്മാരെ വീഥികളിലൊന്നും കാണാത്തത് എന്താണ്? സുഗന്ധ കുസുമപൂർണങ്ങളായിരുന്ന ഈ ഉദ്യാനങ്ങളിൽ കൂടി മുമ്പ് മധുവന്മത്തങ്ങളായിരുന്നു. ഏതൊരാൾക്കും യഥേഷ്ടം ക്രീഡിക്കുവാൻ തൃപ്തിയുണ്ടായിരുന്ന ഇവ ഇന്ന് സന്തോഷത്തിൻ്റെ കണികയില്ലാതെയാണല്ലോ കാണുന്നത്. മധോന്മത്തരായ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുന്നേയില്ല. പക്ഷിവൃന്ദങ്ങളുടെ മധുരക്കൊഞ്ചലുകൾ, കളകള ഗാനങ്ങൾ എന്നിവ ഉതിർത്തിരുന്ന ഈ മാമരങ്ങൾ ഇലകളെല്ലാം കൊഴിഞ്ഞ് കേഴുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അകിൽ, ചന്ദനം എന്നീ ഉത്തമ ധൂപങ്ങളുടെ നറുമണം വാരിപ്പൂശി വരുന്ന മന്ദമാരുതൻ മുമ്പത്തെ പോലെ ഈ സുപ്രഭാതത്തിൽ സഞ്ചരിക്കാത്തത് എന്തായിരിക്കും? പെരുമ്പറകളുടെ ശബ്ദം, വീണാനിസ്വനം, മൃദംഗനാദം എന്നിവ എപ്പോഴും ഒരുപോലെ കേൾക്കാറുള്ള ഈ നഗരിയിൽ യാതൊന്നും ഉയരാത്തത് എന്താണ്? സൂത, അനിഷ്ടവും അമംഗളവുമായ എന്തോ ചില കഠിന സംഭവങ്ങൾ നടന്നിരിക്കുന്നു. ആ ദുർലക്ഷണങ്ങളാണ് ഞാനിപ്പോൾ വ്യക്തമായി കാണുന്നത്. എൻ്റെ ഹൃദയം നിയന്ത്രിക്കുവാൻ സാധിക്കാതെ പതറുന്നു. ആത്മബന്ധുക്കൾക്ക് അസുഖമെന്തോ ബാധിച്ചിട്ടുണ്ട്, സംശയമില്ല. ഒരു കാരണവുമില്ലാതെയാണ് എൻ്റെ മനസ്സ് വാടുന്നത്. കാകുസ്ത വംശരാജഋഷിമാർ വാത്സല്യത്തോടെ ഭരിച്ചിരുന്ന അയോധ്യ രാജനഗരിയിലേക്ക് കുമാരന്മാർ പ്രവേശിച്ചത് ദുഃഖവും ഭയവും കൊണ്ട് തളർന്ന ഇന്ദ്രിയങ്ങളോടും പതറിയ ഹൃദയത്തോടും കൂടിയായിരുന്നു.
വിജയ പതാകയും ഏന്തി വരുന്നത് പോലെ എത്തിച്ചേർന്ന കുമാരന്മാരെ കണ്ട കാവൽക്കാർ വെമ്പി എണീറ്റ് സമീപത്തിൽ ചെന്ന് വിജയം ചോദിച്ച് അനുഗമിച്ചു. അവരെയെല്ലാം അങ്ങോട്ടും വേണ്ടതുപോലെ മാനിച്ച രാജനന്ദനൻ വിതുമ്പുന്ന ഹൃദയത്തോടെ അശ്വപതി മഹാരാജസൂതനോട്, ഹേ സൂത, യാതൊരു കാരണവും പറയാതെയാണ് ദൂതന്മാർ എന്നെ ധൃതിപ്പെടുത്തി പുറപ്പെടുവിച്ചത്. ഇവിടെ എത്തിയപ്പോൾ അശുഭങ്ങളായ പല സംശയങ്ങളും ദുർബല ഹൃദയത്തിൽ ഉണ്ടാകുന്നു. മനസ്സാകെ പതറുന്നു. അരജവര്യന്മാരുടെ ചരമത്തിൽ ഉണ്ടാകാറുള്ള ലക്ഷണങ്ങൾ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. അവയെല്ലാം തന്നെ ഞാനിന്ന് അയോധ്യയിൽ കാണുന്നു. ഒരു ദിക്കിലും അടിച്ചു തളിച്ചിട്ടില്ല. സർവത്ര ഒരു പരുപരപ്പ് കാണുന്നു. വാതിലുകൾ ഒന്നും അടച്ചിട്ടിട്ടില്ല. എവിടെ നോക്കിയാലും ശ്രീശോഭ കാണുന്നില്ല. ബലികർമാദികൾ നടത്തിയതിൻ്റെ ലക്ഷണമേ ഇല്ല. സുഗന്ധധൂപങ്ങൾ ഒരിടത്തും ഉയരുന്നില്ല. ജനങ്ങളാകെ നിസ്തേജസ്സരായി തീർന്ന പോലെയാണ്. വീട്ടുകാരെ മൃഷ്ടാനമൂട്ടിയ മട്ടില്ല. കുടുംബങ്ങളിലൊന്നിലും യാതൊരു ആഡംബരവും കാണുന്നില്ല. ദേവാലയങ്ങളിലെ തിരുമുറ്റം കൂടി അടിച്ച് വൃത്തിയാക്കിയില്ലാലോ. മാലകൾ എവിടെയും ചാർത്തി കാണുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും ഒന്ന് മാത്രം സുവ്യക്തമായി കാണാം. ശൂന്യത, വെറും ശൂന്യത. നോക്കൂ, ദേവവിഗ്രഹങ്ങൾ യാതൊരു തേജസ്സുമില്ലാതെ ജീവൻ എങ്ങോട്ടോ പോയ പോലെ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ഉണ്ടാകുന്നത് പോലെ കച്ചവട വസ്തുക്കളെയോ കച്ചവടക്കാരെയോ ഒരു തെരുവിലും കാണുന്നില്ല. അഗാധമായ ചിന്ത കൊണ്ട് അനക്കം പോലുമില്ലാതെ യാതൊന്നും ചെയ്യാതെ ജനങ്ങൾ എല്ലാം കൊത്തിവെച്ചതുപോലെ ഇരിക്കുന്നു. ദേവാലയങ്ങളിലും ചൈത്യങ്ങളിലും സാനന്ദം വിഹരിച്ചുകൊണ്ടിരുന്ന പക്ഷികൾ കൂടി വ്യസനമൂകരായി തളർന്നിരിക്കുന്നു. ഉത്കണ്ഠാകുലരായി മെലിഞ്ഞ് വിളർത്ത് കണ്ണീരോടെ വശം കെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് ഏതൊരിടത്തും ഞാൻ കാണുന്നത്. അനിഷ്ട സംഭവം നഗ്നതാണ്ഡവം ആടുകയാണ് അയോധ്യയിൽ എല്ലായിടത്തും. ഭരതകുമാരൻ്റെ ഹൃദയത്തിൽ അസഹ്യമായ ദുഃഖം ഉയർന്നു. ശൂന്യതയാർന്നതുപോലെയുള്ള പിതൃമന്ദിരം അവശനായ കുമാരൻ കണ്ടു. നാൽക്കൂട്ട പെരുവഴികൾ യാതൊരു വൃത്തിയുമില്ലാതെ ശൂന്യമായിരിക്കുന്നു. കൊട്ടാര ഗോപുരദ്വാരത്തിലുള്ള യന്ത്രം പൊടി പുരണ്ട് കാണുന്നു. ദേവേന്ദ്ര നഗരി പോലിരുന്ന അയോധ്യാപുരി തീരെ മാറിയത് കണ്ട് മനസ്സാകെ തളർന്ന് ശിരസ്സു താണ് വിള്ളുന്ന ഹൃദയത്തോടെ പതറുന്ന കാൽവെപ്പോടെ അച്ഛൻ്റെ അരമനയിലേക്ക് കുമാരൻ കടന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.